Next topic, diffraction of light. What is meant by diffraction? Explain diffraction of light. The phenomenon of uneven distribution of light intensity caused by the superposition of light coming from various points of a restricted wavefront is called diffraction. The diffraction pattern is observed when the size of the object causing diffraction is comparable to the wavelength. Here, each and every point on the wavefront will act as a source of secondary waves, and the superposition of these waves resulting alternate dark and bright fringes. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു എന്താണ് ഇൻ്റർഫറൻസ് എന്നുള്ളത് അല്ലേ. അപ്പോൾ സൂപ്പർ പൊസിഷൻ ഓഫ് ലൈറ്റ് വേവ്സ് തന്നെയാണ് ഇൻ്റർഫറൻസ്. ഇവിടെയും വ്യത്യാസമില്ല, സൂപ്പർ പൊസിഷൻ ഓഫ് ലൈറ്റ് വേവ്സ് തന്നെയാണ് ഡിഫ്രാക്ഷനും. ബട്ട് ഹിയർ ദ വേവ്സ് ആർ കമ്മിങ് ഫ്രം റെസ്ട്രിക്റ്റഡ് വേവ് ഫ്രണ്ട്. അവിടെ നമ്മൾ കൊഹറൻറ്റ് സോഴ്സിൽ നിന്നുള്ള വേവിനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു റെസ്ട്രിക്റ്റഡ് വേവ് ഫ്രണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ആ ഒരു ലൈറ്റിൻ്റെ സോഴ്സിനെ. ഇനി ബാക്കി ഈ ഇപ്പം ഒരു സിംഗിൾ സ്ലിറ്റ് എടുക്കുകയാണ്. ഒരു സിംഗിൾ സ്ലിറ്റിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അവിടെ ബെൻഡിങ് സംഭവിക്കും. അപ്പോൾ അത് ഡീവിയേറ്റ് ചെയ്ത് വരുന്ന ആ വേവ്സിനെ പറയണതാണ് സെക്കൻഡറി വേവ്സ്. അവർ സൂപ്പർ ഇമ്പോസ് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നത്. ആ പാറ്റേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് കോസിങ് ഡിഫ്രാക്ഷൻ, ആ സ്ലിറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കമ്പയറബിൾ ടു ദ വേവ് ലെങ്ത് ആയിരിക്കണം. അതുപോലെ ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ് വിൽ ആക്ട് എസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്സ് and the superposition of these waves resulting alternate dark and bright bands. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. ഇൻ്റർഫറൻസിൻ്റെ കേസിൽ മിനിമം എന്ന് പറയുന്നത് 0 ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിഫ്രാക്ഷൻ മിനിമം നോട്ട് 0. അതായത് മിനിമം എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഒരു റീജിയൻ നമുക്കവിടെ കാണാൻ പറ്റും. ബാൻഡ് വിഡ്ത്ത് സെയിം ആയിരിക്കും ഇൻ്റർഫറൻസിൽ, എന്നാൽ ഡിഫ്രാക്ഷൻ്റെ കേസിൽ ബാൻഡ് വിഡ്ത്ത് വേരിയബിൾ ആണ്. ഇൻ്റർഫറൻസിൽ മാക്സിമയ്ക്കെല്ലാം ഒരേ ഇൻറ്റൻസിറ്റി ആയിരിക്കും, ഡിഫ്രാക്ഷൻ്റെ കേസിൽ വേരിയബിൾ ഇൻറ്റൻസിറ്റി ആയിരിക്കും. അടുത്ത ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫ്രെനൽസ് ആൻഡ് ഫ്രെണോഫർ ഡിഫ്രാക്ഷൻ. ഫ്രെനൽസ് ഡിഫ്രാക്ഷനും ഫ്രെണോഫർ ഡിഫ്രാക്ഷനും എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്കറിയാം സോഴ്സ് ഉണ്ട്, സ്ക്രീനുണ്ട്, ഒരു ഒബ്ജക്റ്റ് കോസിങ് ഡിഫ്രാക്ഷനുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഒരു ഡിഫ്രാക്ഷനകത്തുള്ളത്. ഇതിൻ്റെ ഡിസ്റ്റൻസ് ഫൈനൈറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫ്രെനൽസ് ഡിഫ്രാക്ഷൻ. സോഴ്സ് ആൻഡ് സ്ക്രീൻ ആർ അറ്റ് ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്ജക്റ്റ് കോസിങ് ഡിഫ്രാക്ഷൻ. സോഴ്സ് ഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ്, സ്ക്രീനും ഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രെനൽസ് ഡിഫ്രാക്ഷൻ. എന്നാൽ സോഴ്സും സ്ക്രീനും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫ്രെണോഫർ ഡിഫ്രാക്ഷൻ. ഫൈനൈറ്റ് ഡിസ്റ്റൻസിലായതുകൊണ്ട് ലെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, നോ ലെൻസ് ഈസ് യൂസ്ഡ്. ഇവിടെയാണെങ്കിലോ വി യൂസ് 2 കോൺവെക്സ് ലെൻസ്, വൺ ടു മേക്ക് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് പാരലൽ ആൻഡ് അതർ ടു മേക്ക് ഫോക്കസ് ദ പാറ്റേൺ ഓൺ ദ സ്ക്രീൻ. അപ്പോൾ ഇതാണ് 2 പോയിൻറ്റ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് വേവ് ഫ്രണ്ട് സ്പെറിക്കൽ ആയിരിക്കും. ഫ്രെനൽസ് ഡിഫ്രാക്ഷനകത്ത് വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ഓർ സിലിണ്ടറിക്കൽ. ബട്ട് ഇവിടെ പാരലൽ അല്ലേ, വേവ് പാരലൽ ആയതുകൊണ്ട്, ലൈറ്റ് പാരലൽ ആയതുകൊണ്ട് വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഹിയർ സെൻറ്റർ ഓഫ് ദി ഡിഫ്രാക്ഷൻ പാറ്റേൺ ബ്രൈറ്റോ ഡാർക്കോ ആവാം. ഇവിടെ ഓൾവേസ് ബ്രൈറ്റ് ആയിരിക്കും. ഫ്രെനൽസ് ഡിഫ്രാക്ഷൻ്റെ കേസിൽ ലാറ്ററൽ ഡിസ്റ്റൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രെണോഫർ ഡിഫ്രാക്ഷൻ ആംഗുലാർ ഇൻക്ലിനേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. കാര്യം ഇൻഫിനിറ്റിയിലാണ് സോഴ്സ് ഇരിക്കുന്നത്, അപ്പോൾ ആംഗുലാർ ഇൻക്ലിനേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ പോയിൻ്റ് സോഴ്സാണ്, അവിടെ എക്സ്റ്റെൻഡഡ് സോഴ്സാണ്. എക്സാമ്പിൾ ഡിഫ്രാക്ഷൻ അറ്റ് എ സ്ട്രെയിറ്റ് എഡ്ജ്, ഇവിടുത്തെ എക്സാമ്പിൾ സ്ട്രെയിറ്റ് എഡ്ജ്, ഇവിടെ ഡിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സ്ലിറ്റ്. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം എഴുതുക, ഫ്രെനൽസ് ആൻഡ് ഫ്രെണോഫർ ഡിഫ്രാക്ഷൻ ചോദിച്ചാൽ. നെക്സ്റ്റ് ടോപ്പിക് ഗ്രേറ്റിംഗ് ഇക്വേഷൻ. ഗ്രേറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു സ്ലിറ്റ് അല്ല, ഒരു ലാർജ് നമ്പർ ഓഫ് സ്ലിറ്റ് അറേഞ്ച് ചെയ്തേക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്. ഗ്രേറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പാരലൽ സ്ലിറ്റ് സെപ്പറേറ്റഡ് ബൈ ഒപ്പേക്ക് സ്പേസസ്. ഒരു ഗ്രേറ്റിംഗിൽ ഒരുപാട് ലൈൻസ് കാണും. ഇഫ് ദ ലൈൻസ് ആർ മാർക്ക്ഡ് ഓൺ എ ഗ്ലാസ് പ്ലേറ്റ് ഇറ്റ് ഈസ് കോൾഡ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ ലൈൻസ് മാർക്ക് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. കൺസ്ട്രക്ഷൻ, എങ്ങനെയാണ് ഒരു ഗ്രേറ്റിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിക്കേ. ഗ്രേറ്റിംഗ് ക്യാൻ ബി മെയ്ഡ് ബൈ റൂളിംഗ് ലൈൻസ് ഓൺ എ ഗ്ലാസ് പ്ലേറ്റ് വിത്ത് എ ഡയമണ്ട് പോയിൻറ്റ്. ഒരു ഡയമണ്ട് പോയിൻറ്റ് വെച്ചിട്ട് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ നമ്മൾ കുറേ ലൈൻസ് മാർക്ക് ചെയ്യുന്നു. ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി കണ്ടെയ്ൻ 6000 ലൈൻസ് പെർ സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ ഓർക്കുക 2 ലൈൻസ് തമ്മിലുള്ള വിഡ്ത്ത് എത്രയും ചെറുതായിരിക്കും എന്നുള്ളത്. അപ്പോൾ പെർ സെൻറ്റിമീറ്റർ സ്ഥലത്ത് 6000 ലൈൻസാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഡയമണ്ട് പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഗ്രേറ്റിങ്ങിനെയാണ് ഒറിജിനൽ ഗ്രേറ്റിംഗ് അല്ലെങ്കിൽ ആക്ച്വൽ റൂൾഡ് സർഫസ് എന്നൊക്കെ പറയും. ദ ഗ്രേറ്റിംഗ് ആർ നോട്ട്, അതായത് ലാബിൽ യൂസ് ചെയ്യുന്നത് ഈ ഒറിജിനൽ ഗ്രേറ്റിംഗ് അല്ല. ഇൻ ദ ലബോറട്ടറി ദ ഗ്രേറ്റിംഗ്സ് ആർ നോട്ട് ദ ആക്ച്വൽ റൂൾഡ് സർഫസ്. ലാബിലൊക്കെ നമ്മൾ എന്താ ചെയ്യണേ, വി യൂസ് ദ റെപ്ലിക്കാസ് ഓഫ് ദിസ് ഒറിജിനൽ റൂൾഡ് ഗ്രേറ്റിംഗ്. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കും.
സച്ച് എ ഗ്രേറ്റിംഗ് ക്യാൻ ബി മെയ്ഡ് ആസ് ഫോളോസ്. ഈ പറയുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഗ്രേറ്റിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. എ തിൻ ലെയർ ഓഫ് ജെലാറ്റിൻ സൊല്യൂഷൻ ഈസ് പോർഡ് ഓവർ ദി സർഫസ് ഓഫ് എ റൂൾഡ് ഗ്രേറ്റിംഗ് ആൻഡ് ഈസ് അലൗഡ് ടു ഹാർഡൻ. നമ്മളൊരു ജെലാറ്റിൻ സൊല്യൂഷൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു, എന്നിട്ട് അലൗഡ് ടു ഹാർഡൻ ആ ടൈം കൊടുക്കുന്നു. സ്ട്രിപ്ഡ് ഫ്രം ദ ഗ്രേറ്റിംഗ് ദ ജെലാറ്റിൻ ഫിലിം റീറ്റെയിൻസ് ആൻ ഇംപ്രഷൻ ഓഫ് ദി ഒറിജിനൽ ഗ്രേറ്റിംഗ്. ഇപ്പോൾ നമുക്കൊരു ഫിലിം കിട്ടും, ജെലാറ്റിൻ്റെ ഒരു ഫിലിം കിട്ടും, അത് ആ ഗ്രേറ്റിങ്ങിൻ്റെ കണക്കായിരിക്കും. എന്നിട്ട് ആ ഫിലിം നമ്മൾ എന്ത് ചെയ്യുക, മൗണ്ടഡ് ഓൺ എ ഗ്ലാസ് പ്ലേറ്റ് വി ഗെറ്റ് ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. ആ ഫിലിം ഒരു ഗ്ലാസ് പ്ലേറ്റിലാണ് മൗണ്ട് ചെയ്യുന്നതെങ്കിൽ വി ഗെറ്റ് ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗ് ഈസ് മെയ്ഡ് ബൈ അല്ലെങ്കിൽ എങ്ങനെയാണ്, ദ ഫിലിം ഈസ് മൗണ്ടഡ് ഓൺ എ സിൽവേർഡ് സർഫസ് വി ഗെറ്റ് റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗ്. എനി നമ്പർ ഓഫ് റെപ്ലിക്കാസ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഫ്രം ദ ഒറിജിനൽ ഗ്രേറ്റിംഗ്. ഒരുപാട് നമ്പേഴ്സ് നമുക്കതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദെൻ ഗ്രേറ്റിംഗ് ഇക്വേഷൻ ദാ ഇവിടെ കണ്ടില്ലേ, ഈ ഫിഗർ നോക്കുക. എ ബി ബി സി സി ഡി അങ്ങനെ കുറേ റീജിയൻ ഉണ്ട്. എ ബി എന്ന് പറയുന്നത് സ്ലിറ്റാണ്, ബി സി എന്ന് പറയുന്നത് ഒപ്പേക്കാണ്. ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് അതിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നിന്നൊക്കെ ബെൻഡ് ചെയ്യുന്ന ലൈറ്റാണ് ഇപ്പുറത്തോട്ട് കാണിച്ചിരിക്കുന്നത്. അതിനെ സെക്കൻഡറി വേവ്സ് എന്ന് പറയും. അത് സൂപ്പർ ഇമ്പോസ് ചെയ്ത് ഈ പിയും P1 ഒക്കെ നമുക്ക് കിട്ടും. കൺസിഡർ ദ കേസ് ഓഫ് ഗ്രേറ്റിംഗ് എക്സ് വൈ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഗ്രേറ്റിംഗ്. ഇൻ ഫിഗർ എ ബി റെപ്രസെൻറ്റ് സ്ലിറ്റ് ആൻഡ് ബി സി റെപ്രസെൻറ്റ്സ് ഒപ്പേക്ക് പോർഷൻ. വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ് ഈസ് എ ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ഒപ്പേക്ക് പോർഷൻ ഈസ് ബി ആൻഡ് ദ ലെങ്ത് എ പ്ലസ് ബി. ആ ഒരു സ്ലിറ്റും ഒരു ഒപ്പേക്കും കൂടെ ചേരുന്ന ലെങ്താണ് എ പ്ലസ് ബി. ദ ലെങ്ത് എ പ്ലസ് ബി ഈസ് കോൾഡ് ഗ്രേറ്റിംഗ് എലമെൻറ്റ് ആൻഡ് ദ പോയിൻറ്റ് എ ആൻഡ് സി ആർ കോൾഡ് കറസ്പോണ്ടിങ് പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയേണ്ട പോയിന്റ്. ഒന്നുകൂടി പറയാം. ഇൻ ഫിഗർ എ ബി റെപ്രസെൻറ്റ് സ്ലിറ്റ്, ബി സി റെപ്രസെൻറ്റ്സ് ഒപ്പേക്ക് പോർഷൻ. വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ് എ, വിഡ്ത്ത് ഓഫ് ദ ഒപ്പേക്ക് പോർഷൻ ഈസ് ബി ആൻഡ് ദ ലെങ്ത് എ പ്ലസ് ബി ഈസ് കോൾഡ് ഗ്രേറ്റിംഗ് എലമെൻറ്റ് ആൻഡ് ദ പോയിൻറ്റ് എ ആൻഡ് സി ആർ കോൾഡ് കറസ്പോണ്ടിങ് പോയിൻറ്റ്സ്. അടുത്ത കൺസിഡർ എ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇൻസിഡൻറ്റ് നോർമലി ഓൺ ദി ഗ്രേറ്റിംഗ്. സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് ഇത് ഈ ഗ്രേറ്റിംഗിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറയേണ്ട പോയിന്റ്, ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഓൺ ദി വേവ് ഫ്രണ്ട് വിൽ ആക്ട് എസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്സ് ആൻഡ് ദ സൂപ്പർ പൊസിഷൻ ഓഫ് ദീസ് വേവ്സ് റിസൾട്ടിങ് ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഓൺ ദി സ്ക്രീൻ. ഈ ഓരോ പോയിന്റും സോഴ്സായിട്ട് ആക്ട് ചെയ്യും. ഈ സെക്കൻഡറി വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് സ്ക്രീനിൽ പാറ്റേൺ കിട്ടും എന്നുള്ളത് പറയണം. അടുത്ത തേർഡ് പാരഗ്രാഫിൽ നമ്മൾ 2 ടൈപ്പ് സെക്കൻഡറി വേവ്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഒന്ന് റിജിഡ് ലൈനായിട്ടും ഒന്ന് ഡോട്ടഡ് ലൈനായിട്ടും വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻസ് നോക്കാം. നേരെ പോകുന്ന സെക്കൻഡറി വേവ്സ് ആണ് നമ്മൾ ഡോട്ട് അല്ലാതെ വരച്ചേക്കുന്നത്. ഡോട്ട് ആണെങ്കിൽ തീറ്റ ആംഗിളിൽ പോകുന്ന സെക്കൻഡറി വേവ്സ്. അപ്പോൾ ദ സെക്കൻഡറി വേവ്സ് ട്രാവലിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് കം ടു ഫോക്കസ് അറ്റ് ദ പോയിന്റ് പി. നേരെ പോകുന്ന ആ വേവ്സ് എല്ലാം കൂടി പിയിലാണ് എത്തിയത്. സിൻസ് ദ വേവ് ഹാവ് ട്രാവൽഡ് ദ സെയിം ഡിസ്റ്റൻസ് ദേ ദേ റീഇൻഫോഴ്സ് കൺസ്ട്രക്റ്റീവ്ലി ആൻഡ് പി ഈസ് ദ പൊസിഷൻ ഓഫ് സെൻട്രൽ മാക്സിമം. ഹിയർ all the rays travel the same path. Therefore, path difference is 0 and 0 path difference is the condition for constructive interference and at the point P we get central maximum. നമുക്ക് at the point P we get maximum intensity ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നേരെ പോകുന്ന സെക്കൻഡറി വേവ്സ്. അടുത്ത പാരഗ്രാഫിൽ നമ്മൾ തീറ്റ ആംഗിളിൽ പോകുന്ന സെക്കൻഡറി വേവ്സിനെ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ദ സെക്കൻഡറി വേവ്സ് ട്രാവലിംഗ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ദേ കം ടു ഫോക്കസ് അറ്റ് ദ പോയിന്റ് P1. നമുക്ക് P1 ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. ബ്രൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്നറിയില്ല. അതിനുവേണ്ടി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. സി കെ എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ആ ട്രയാങ്കിൾ എടുക്കുക. ACK എന്ന് പറയുന്ന ട്രയാങ്കിളിൽ സൈൻ തീറ്റ ഇസിക്കൽ ടു AK/AC എന്ന് വരും. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അങ്ങനെ AKയുടെ വാല്യൂ അതാണ് പാത്ത് ഡിഫറൻസ്. ആ ഡോട്ടഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്താൽ ഡോട്ടഡ് ലൈൻ്റെ ആ ഒരു AK ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ പാത്ത് ഡിഫറൻസ്. ആ AK കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ട്രയാങ്കിൾ എടുക്കേണ്ടത്. സൈൻ തീറ്റ ഇസിക്കൽ ടു AK/AC. അതിൽ നിന്ന് AK എന്ത് കിട്ടും? A+B സൈൻ തീറ്റ. AK ഇസിക്കൽ ടു A+B സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി കണ്ടീഷൻ, പ്രിൻസിപ്പൽ മാക്സിമയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് A+B സൈൻ തീറ്റ ഇസിക്കൽ ടു N ലാംഡയാണ്. A+B സൈൻ തീറ്റ ഇസിക്കൽ ടു N ലാംഡ ഇസ് എ കണ്ടീഷൻ ഫോർ പ്രിൻസിപ്പൽ മാക്സിമ. അതായത് P എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് സെൻട്രൽ മാക്സിമ കിട്ടും. ബാക്കി ഇങ്ങോട്ടേക്ക് കിട്ടുന്ന മാക്സിമത്തിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ മാക്സിമ. അതിൻ്റെ കണ്ടീഷനാണ് A+B സൈൻ തീറ്റ ഇസിക്കൽ ടു N ലാംഡ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിൻ്റാണ്, ഇഫ് N ഈസ് ദ നമ്പർ ഓഫ് ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്ത് സ്ഥലത്ത് ക്യാപിറ്റൽ N ലൈൻസ് ഉണ്ടെങ്കിൽ N × A+B ഇസിക്കൽ ടു 1 എന്ന് പറയാം. അതായത് ഒരു സ്ലിറ്റും ഒരു ഒപ്പേക്കും കൂടെ ചേർന്നാൽ ഒരു A+B. അടുത്ത രണ്ടാമത്തെ സ്ലിറ്റും രണ്ടാമത്തെ ഒപ്പേക്കും കൂടി വരുമ്പോൾ 2A+B. അങ്ങനെ N ലൈൻസ് ഉണ്ടെങ്കിൽ N × A+B വരും.
അപ്പോൾ ആദ്യം ഒരു എ പ്ലസ് ബി വരും, പിന്നെ 2 എ പ്ലസ് ബി, അങ്ങനെ n ടൈംസ് ആകുമ്പോൾ n ഇൻറ്റു എ പ്ലസ് ബി വരും. അത് ഈക്വൽ ടു 1 എന്ന് എഴുതാനുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട്, ഈ ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നുണ്ട്. ഒരു യൂണിറ്റ് ലെങ്തിലാണ് ഇത്രയും ലൈൻസ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 1/n. ആ 1/n അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 1/n സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു n ലാംഡ, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു nn ലാംഡ എന്ന് കിട്ടും. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ഗ്രേറ്റിംഗ് ഇക്വേഷൻ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു nn ലാംഡ ഈസ് കോൾഡ് ഗ്രേറ്റിംഗ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്, പ്രോബ്ലം ചോദിക്കുന്ന ഇക്വേഷനാണ്. നെക്സ്റ്റ് ടോപ്പിക്, റിസോൾവിംഗ് പവർ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. The process of separating the images of nearby object is called resolution, and the ability of an optical instrument to produce separate images of nearby object is called resolving power of an optical instrument. ഇപ്പോൾ വളരെ അടുത്തടുത്തിരിക്കുന്ന രണ്ട് ഒബ്ജക്റ്റിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നു. ആ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. അതിന് റാലെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് സോഴ്സിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഒന്നിൻ്റെത് പി, അടുത്തത് P1. നോക്കിക്കേ, ഈ രണ്ട് സോഴ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ കഴിയണമെങ്കിൽ സെൻട്രൽ മാക്സിമം ഓഫ് P1 സെൻട്രൽ മാക്സിമം P എന്ന് പറയുന്ന പാറ്റേണിൻ്റെ ഫസ്റ്റ് മിനിമത്തിലായിരിക്കണം കോയിൻസൈഡ് ചെയ്യേണ്ടത്. നോക്കിക്കേ, P1 എന്ന് പറയുന്ന പോയിൻറ്റും Pയുടെ ഫസ്റ്റ് മിനിമവും ഒരേ പോയിൻ്റാണ്. അപ്പോൾ ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് സോഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ കഴിയുള്ളൂ. ഇതാണ് റാലെ പറഞ്ഞ കണ്ടീഷൻ. അപ്പോൾ റാലേസ് ക്രൈറ്റീരിയൻ ചോദിച്ചാൽ, വെൻ ടു സോഴ്സസ് ആർ സെപ്പറേറ്റഡ് ഇഫ് ദ സെൻട്രൽ മാക്സിമം ഓഫ് വൺ പാറ്റേൺ ഫാൾ ഓവർ ദ ഫസ്റ്റ് മിനിമം ഓഫ് അതർ പാറ്റേൺ. അപ്പോൾ ഒരു പാറ്റേണിൻ്റെ മാക്സിമം അടുത്ത പാറ്റേണിൻ്റെ മിനിമത്തിൽ കോയിൻസൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും ആ രണ്ടെണ്ണത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ സെൻട്രൽ മാക്സിമം ഓഫ് വൺ പാറ്റേൺ fall over the first minimum of other pattern and vice versa. This condition is called Rayleigh's criterion for resolution. Next, resolving power of a grating. Resolving power ന്റെ definition എന്ന് പറയുന്നത്, resolving power is equal to lambda by d lambda ആണ്. That is, it is defined as the ratio of wavelength of one spectral line to the wavelength difference between neighboring lines. അതായത് ഇപ്പോൾ ഒരു രണ്ട് വേവ് ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഒന്ന് ലാംഡയും ഒന്ന് ലാംഡ പ്ലസ് ഡി ലാംഡയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 577ഉം 579ഉം എടുത്താൽ അവിടെ 2 എന്ന് പറയുന്നതാണ് ഡിഫറൻസ്. ഡി ലാംഡ 2 വരും, ലാംഡ എന്ന് പറയുന്നത് നമുക്ക് 577 എടുക്കാം. അപ്പോൾ അതിൻ്റെ റേഷ്യോയിനെയാണ് എന്തെന്ന് പറയുന്നത്? റിസോൾവിംഗ് പവർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വേവ് ലെങ്ത് ഓഫ് വൺ സ്പെക്ട്രൽ ലൈൻ ടു ദ വേവ് ലെങ്ത് ഡിഫറൻസ്. അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. ലെറ്റ് എ പ്ലെയിൻ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഈസ് ഇലൂമിനേറ്റഡ് ബൈ എ ബീം ഓഫ് ലൈറ്റ് wavelength lambda and lambda plus d lambda. According to Rayleigh, these two wavelengths are resolved if the central maximum of lambda plus d lambda fall over the first minimum of lambda. നമ്മൾ റാലേസ് ക്രൈറ്റീരിയൻ പറഞ്ഞ പോയിന്റ് ഇവിടെ വരയ്ക്കണം. അതായത് ലാംഡ പ്ലസ് ഡി ലാംഡ എന്ന് പറയുന്ന ഒരു പാറ്റേൺ വരച്ചു, ലാംഡ എന്ന് പറയുന്ന വേവിൻ്റെ സോഴ്സിൻ്റെ പാറ്റേൺ വരച്ചു. നോക്കിക്കേ, സെൻട്രൽ മാക്സിമം ഓഫ് ലാംഡ പ്ലസ് ഡി ലാംഡ ഫോൾ ഓവർ ദ ഫസ്റ്റ് മിനിമം ഓഫ് ലാംഡ. ലാംഡയുടെ ഫസ്റ്റ് മിനിമത്തിലാണ് ലാംഡ പ്ലസ് ഡി ലാംഡ വരുന്നത്. ഇനി അതിൻ്റെ കണ്ടീഷൻ എഴുതിയേക്കുന്നു. ലാംഡ പ്ലസ് ഡി ലാംഡയുടെ മാക്സിമത്തിൻ്റെ ഇക്വേഷൻ എ പ്ലസ് ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ലാംഡ പ്ലസ് ഡി ലാംഡ. ഇതാണ് മാക്സിമത്തിൻ്റെ കണ്ടീഷൻ. ഇനി മിനിമത്തിൻ്റെ കണ്ടീഷൻ വരുമ്പോൾ എ പ്ലസ് ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ പ്ലസ് ലാംഡ ബൈ എൻ. ഇത് നമ്മൾ നേരത്തെ എഴുതിയില്ല, ഇപ്പോൾ ഓർക്കുക, എൻ ലാംഡ പ്ലസ് ലാംഡ ബൈ എൻ. ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്താൽ എൻ ലാംഡ പ്ലസ് ഡി ലാംഡ ഇസ് ഈക്വൽ ടു എൻ ലാംഡ പ്ലസ് ലാംഡ ബൈ എൻ. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ റിസോൾവിംഗ് പവർ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ എന്ന് കിട്ടും. വേർ ക്യാപിറ്റൽ എൻ ഈസ് ദ നമ്പർ ഓഫ് ലൈൻസ് പെർ സെൻറ്റിമീറ്റർ ആൻഡ് സ്മോൾ എൻ ഈസ് ദ ഓർഡർ ഓഫ് ദി സ്പെക്ട്രം. അപ്പോൾ ഇതാണ് റിസോൾവിംഗ് പവറിൻ്റെ രണ്ട് ഇക്വേഷൻ. ഒന്ന് ലാംഡ ബൈ ഡി ലാംഡ, അടുത്തത് എൻ എൻ. അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റാലേസ് ക്രൈറ്റീരിയൻ എഴുതണം, എന്നിട്ട് ഇക്വേഷൻ എഴുതുക. ദെൻ കമ്പയർ ഗ്രേറ്റിംഗ് സ്പെക്ട്ര ആൻഡ് പ്രിസം സ്പെക്ട്ര. ഗ്രേറ്റിംഗ് ഗീവ്സ് സ്പെക്ട്രം ഡ്യൂ ടു, ഗ്രേറ്റിങ്ങിനകത്ത് ഡിഫ്രാക്ഷൻ ആണ്, ബട്ട് പ്രിസം ഗീവ്സ് എ സ്പെക്ട്രം ഡ്യൂ ടു ഡിസ്പേർഷൻ. ഇപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് ഫിനോമിനൻസ് ആണ്. രണ്ടിലും നമ്മൾ കളറൊക്കെ തന്നെ കാണുന്നത്, പക്ഷേ ഗ്രേറ്റിംഗ് ഈസ് ഡ്യൂ ടു ഡിഫ്രാക്ഷൻ ആൻഡ് പ്രിസം ഡ്യൂ ടു ഡിസ്പേർഷൻ. അതുപോലെ ഗ്രേറ്റിംഗ് സ്പെക്ട്രം ഈസ് വെരി വീക്ക് ആസ് കമ്പയർഡ് ടു പ്രിസം സ്പെക്ട്രം. ദെൻ ഡിസ്പേഴ്സീവ് പവർ ഓഫ് എ ഗ്രേറ്റിംഗ്. The dispersive power of a grating is defined as the change in angle of diffraction for unit change in wavelength of light. അതായത് ഒരു യൂണിറ്റ് ചേഞ്ച് മാറാൻ, വേവ് ലെങ്തിൽ ഡിഫറൻസ് ഉണ്ടാവാൻ വേണ്ടി എത്ര ആംഗിൾ മാറുന്നു എന്നുള്ളതാണ് ഡിസ്പേഴ്സീവ് പവർ. ഇപ്പോൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ലാംഡ, ആ ലാംഡ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് മാറാൻ വേണ്ടിയിട്ട് എത്ര ആംഗിൾ മാറുന്നു, ദാറ്റ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഈസ് കോൾഡ് ഡിസ്പേഴ്സീവ് പവർ. ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഫോർ യൂണിറ്റ് ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഇക്വേഷൻസ്, ഗ്രേറ്റിംഗ് ഇക്വേഷൻ എന്താണ്? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ എൻ ലാംഡ. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. കോസ് തീറ്റ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എൻ എൻ ഇൻറ്റു ഡി ലാംഡ.
ഡി തീറ്റ ബൈ ഡി ലാംഡ ഇസിക്കൽ ടു എൻ എൻ ബൈ കോസ് തീറ്റ. ഡിസ്പേഴ്സീവ് പവറിൻ്റെ ഇക്വേഷനാണ് ഡി തീറ്റ ബൈ ഡി ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു എൻ എൻ ബൈ കോസ് തീറ്റ. അപ്പോൾ ഡിസ്പേഴ്സീവ് പവറിന് രണ്ട് ഇക്വേഷനുണ്ട്, ഡി തീറ്റ ബൈ ഡി ലാംഡ ഓർ എൻ എൻ ബൈ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത്.